നന്ദിയിൽ വെച്ചുകൊണ്ട് എന്താണ് നിങ്ങളുടെ പിന്നെ ഒരു പ്രഭാഷകൻ, നിങ്ങളുടെ ഒരു വലിയ ആൾ പറഞ്ഞു കേട്ടോളൂ, നിങ്ങൾ നന്ദിന്ന് പിന്നെ എന്താ പറയുക, കണ്ണീറുമായി ബന്ധപ്പെട്ട ആൾ പറയട്ടെ. അദൃശ്യമായ നിലയിൽ ഖൈറും ഷർറും ചെയ്യാൻ അള്ളാഹുവിനെ കഴിയൂ. ഒരു കണ്ണേറിനോ നാക്കേറിനോ മൂക്കേറിനോ കഴിയൂല. അള്ളാഹു നിന്നെ ഒരു ദുരിതം ആസ്വദിപ്പിച്ചാൽ അത് നീക്കം ചെയ്യാൻ അവനല്ലാതെ കഴിയൂല. ഒരു കണ്ണിനും കഴിയൂല, ഒരു മൂക്കിനും കഴിയൂല. മറിച്ച് ഒരു ദുരിതമാ, ഒരു ഖൈറാണ് അള്ളാഹു നിന്നെ ആസ്വദിപ്പിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു കണ്ണുമില്ല മൂക്കുമില്ല. അപ്പോൾ ഈ ആയത്ത് എന്ന ആയത്തുള്ളത് കൊണ്ട് ഒരു കണ്ണേറില്ല മൂക്കേറില്ല നാക്കേറില്ല. അത് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, കുറച്ച് ആ വിഷയം തന്നെ അദ്ദേഹത്തിൻ്റെതാണ്. അപ്പൊ അന്ന് നന്ദിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പറഞ്ഞ എന്താ? കണ്ണേറില്ല ഒന്നുമില്ല. പക്ഷെ ഇവിടെ ഗണ്ണനങ്ങൾ നടന്ന് കണ്ണേറിന്റെ ഹദീസൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോ ഇപ്പൊ ജാബിർ റഹ്മാനി പറയാണ് കണ്ണേർ ഞങ്ങൾ അംഗീകരിക്കും. കേട്ടോളി. കണ്ണേറിനില്ലാത്ത വ്യാഖ്യാനങ്ങൾ നൽകി കണ്ണേർ നമ്മൾ അംഗീകരിക്കുന്നു. ആ അംഗീകരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകിയത് നിങ്ങളാണ്, ഞങ്ങളല്ല. അപ്പൊ കണ്ണേർ ഞങ്ങൾ അംഗീകരിക്കുന്നു. ആദ്യം എന്താ പറഞ്ഞ്? അപ്പൊ ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ അപ്പോ പിന്നെ മൊയ്തീൻ സുല്ലമി ഓതി ആയത്ത് എന്താ കാട്ടുക? എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആയത്ത് എന്താ കാട്ടുക? അപ്പൊ ആ ആയത്തും എല്ലാ കണ്ണും പെട്ടും. ഒരു മുമ്പര് പറഞ്ഞ അസൂയാലുവിന്റെ ഇത കണ്ണെന്നല്ല മൊയ്തീൻ സുല്ലമി പറഞ്ഞ്. മൊയ്തീൻ സുല്ലമി പറഞ്ഞ ഒരു കണ്ണുമില്ല ഒരു മൂക്കില്ല എന്ന് പറഞ്ഞു. ഇത കണ്ണെന്നല്ല പറഞ്ഞു. അത് നിങ്ങൾ ഇത കണ്ണുണ്ടായത് ഇവിടെ പരപ്പനങ്ങാടിന്നാ. മനസ്സിലായില്ലേ? അപ്പൊ ആ നിങ്ങൾ ഇപ്പൊ എന്താണ്? അപ്പൊ മൊയ്തീൻ സുല്ലമിന്റെ ആ തൗഹീദ് ഇപ്പൊ ജാബിർ റഹ്മാനിക്ക് എന്തല്ല സ്വീകാര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഉപരി കണ്ണേർ നമ്മൾ അംഗീകരിക്കും. ആദ്യം പറഞ്ഞ ഈ കണ്ണേർ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പരപ്പനങ്ങാടിയിലല്ലാതെ നിങ്ങൾ പരസ്യമായി പ്രസംഗിച്ചത് എവിടെയാണ്? നിങ്ങളൊന്ന് കാണിച്ചു തരാം നമുക്ക്. പരപ്പനങ്ങാടി വന്നപ്പോൾ നിങ്ങൾ അംഗീകരിക്കുമെന്ന് പറയാ. അതിനു മുമ്പ് നിങ്ങൾ എവിടെ പ്രസംഗിച്ച് കണ്ണേറിതാ ഞങ്ങൾ നിഷേധിക്കുന്നില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് മുജാഹിദീങ്ങള് ഇത് കൃത്യമായി കൊണ്ട് പിടികൂടി. ഇതിനു മുമ്പ് നിങ്ങളുടെ നിഷേധം ഇവിടെ വെളിപ്പെടുത്തി. അപ്പോ ഇത കണ്ണ് അസൂയ എന്നൊക്കെ പറഞ്ഞു പോകാൻ